ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണുന്നതും ശരീരത്ത് കാണുന്ന തുടുത്ത നിറം നിലനിർത്താൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നിറം വെക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇനി അമ്മമാർ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിറം വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ല നിറം വെക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു നേരത്തേക്ക് വേണ്ടി മാത്രമല്ല, ജീവിതകാലം മൊത്തവും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിറം നിലനിർത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്കാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കൂ. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അമ്മമാർ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ആ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് കേട്ട് നോക്കിയാലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് നിറം വെക്കുന്നതിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. കുങ്കുമാതി ഓയിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഡയറക്റ്റ് തേക്കാമോ എന്ന് പലർക്കും ഉള്ളൊരു സംശയമുണ്ട്. ഞാൻ അതിനുള്ള പരിഹാരം കൂടി ഞാൻ പറഞ്ഞുതരാം. കുങ്കുമാതി ഓയിൽ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ശരീരത്ത് തേക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. ഡയറക്റ്റും തേക്കാം. പക്ഷെ അതിനെക്കാട്ടിലും ബെനിഫിറ്റ്, അതായത് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളോ രക്തചന്ദനമോ ചേർത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്ത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ രക്തചന്ദനം എടുക്കുമ്പോൾ എത്ര അളവ് വേണം എന്നൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. 1 സ്പൂൺ ആയിരിക്കണം വേണ്ടത്. 1 സ്പൂൺ കസ്തൂരി മഞ്ഞളോ 1 സ്പൂൺ രക്തചന്ദനമോ എടുക്കാം. അതിലേക്ക് നിങ്ങൾ ചേർക്കേണ്ടത് 1 സ്പൂൺ കുങ്കുമാതി ഓയിൽ. 1 സ്പൂണോ 2 സ്പൂണോ വരെ നിങ്ങൾക്ക് എടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ശരീരത്ത് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾ സാധാരണ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, രക്തചന്ദനം എടുക്കുമ്പോൾ രക്തചന്ദനത്തിൻ്റെ പൊടി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പൊടിയാവുമ്പോൾ തരി പോലെ കിടക്കും. അത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ തേച്ച് മസാജ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് പാടുകൾ വീഴാനും കുഞ്ഞിൻ്റെ സ്കിന്ന് നോവാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ കല്ലിൽ അരച്ചിട്ട് രക്തചന്ദനം കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ തേക്കാനായിട്ട് നോക്കുക. എപ്പോഴും ഞാൻ പറഞ്ഞിട്ട് കസ്തൂരി മഞ്ഞൾ പൊടി ചേർക്കുന്നതിനെക്കാട്ടിലും കസ്തൂരി മഞ്ഞളിൻ്റെ കിഴങ്ങായിരിക്കും ഏറ്റവും ബെറ്റർ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിനകത്തുണ്ടാവുന്ന തൊലിക്കകത്തുണ്ടാവുന്ന പാടുകൾ, പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊതുകടിച്ചിട്ടുണ്ടാവുന്ന മറ്റുള്ള പ്രോബ്ലംസ് ഒക്കെ മാറാനും കുഞ്ഞുങ്ങളുടെ ശരീരത്തുണ്ടാകുന്ന ഏതൊരു ഫംഗസും കുഞ്ഞുങ്ങളുടെ ശരീരത്തുണ്ടാകുന്ന നിറവ്യത്യാസവും ഒക്കെ മാറ്റാനും സഹായിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തല്ലോ. അടുത്തതായിട്ട് ഞാനൊരു കാര്യം പറയുന്നത്, പല അമ്മമാരുടെയും ഒരു ഡൗട്ടായിരിക്കും, ഇപ്പം ജനിച്ചിപ്പം 2 days 3 days കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്കായിരിക്കും അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉണ്ടാകുന്നത്. ആ ഒരു കാര്യം എന്താണെന്നുള്ള പരിഹാരം പറഞ്ഞുതരാം. കുഞ്ഞുങ്ങൾ ജനിച്ച സമയത്ത് കുഞ്ഞുങ്ങളുടെ സ്കിന്നിനകത്തു നിന്നുണ്ടാകുന്ന ആ ഒരു തൊലി ഇരിഞ്ഞു പോകുന്ന ഒരു പ്രോബ്ലം പലരിലും കണ്ടുവരാറുണ്ട്. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ലോഷൻസ് ഒന്നും അതിൻ്റെ പുറത്തൊന്നും തേക്കാതിരിക്കുക. അത് നാച്ചുറലായിട്ടുള്ളൊരു സംഭവമാണ്. അത് തന്നെ അങ്ങ് പോയി കഴിയും. അതുതന്നെ മുകളിലോട്ട് നിങ്ങൾ തുണി വെച്ച് ഒരസാനോ കുഞ്ഞുങ്ങളുടെ ശരീരത്ത് അമിതമായിട്ട് അതിനെ പ്രഷർ ചെയ്യാനോ ഒന്നും പാടില്ല. അത് നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ഓയിലൊക്കെ തേച്ച് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലായിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നങ്ങ് പോകും. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിറവ്യത്യാസം അതുമൂലമാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്നുള്ളൊരു ഡൗട്ട് വേണ്ട. അത് നമ്മുടെ ശരീരത്തിൽ എല്ലാവരിലും കുഞ്ഞുങ്ങളുടെ ഉണ്ടാവുന്ന ഒരു സംഭവമാണത്. തൊലി ഉരിഞ്ഞു പോകുന്നത് അത് പോകേണ്ടതായ സമയത്ത് അത് പോയി കഴിയും. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളത് മസ്റ്റായിട്ട് കേൾക്കേണ്ട ഒരു സംഭവമാണ്. നമുക്ക് ഇപ്പം സാധാരണയായിട്ട് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. എന്തായാലും നിങ്ങളുടെ വീട്ടിലൊക്കെ തേങ്ങ കാണും. തേങ്ങ തിരികിയിട്ട് 1 പിടി മാത്രം മതി കുഞ്ഞിൻ്റെ ശരീരം മൊത്തം തേച്ച് പിടിപ്പിക്കാനായിട്ട്. ഇത് വലിയവർക്കും ചെയ്യാം. അതായത് 8 വയസ്സോ 10 വയസ്സോ ഉള്ളവർക്കും നിറവ്യത്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കമൻസ് അയക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയോടാണ് ഈ പറയുന്നത്. ഇപ്പം അത് നിങ്ങൾ പിഴിഞ്ഞെടുക്കുക. 1 പിടി എടുത്തിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുങ്കുമാതി ഓയിലിനെ കുറിച്ച്. കുങ്കുമാതി ഓയിലിനെ ഞാൻ കാണിച്ചു തരാം. അതെന്താണ് ഉള്ളത് പറഞ്ഞു തരാം. ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുങ്കുമാതി ഓയിൽ 1 സ്പൂൺ എടുക്കുക.
എന്നിട്ട് ഇതിലേക്ക് ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടി വേണമെങ്കിൽ മിക്സ് ചെയ്യാം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്ത് തേച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ ശരീരം മൊത്തവും തേച്ച് പിടിപ്പിക്കാം. ചന്ദനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ചന്ദനത്തിൻ്റെ തടിയായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയാൻ. ആക്കുമ്പോൾ അതിനകത്ത് കുറേ പ്രൊസീജിയറൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും അത് പൊടിയായിട്ട് നമ്മളിലേക്ക് എത്തുന്നത്. അത് അത്ര മാത്രം ഇതില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തടി കിട്ടുവാണെങ്കിൽ തടി ഉപയോഗിക്കാം. തടി എടുത്തിട്ട് അത് കുറച്ച് നമ്മൾ എടുക്കുന്ന തേങ്ങാപ്പാലിനകത്തുനിന്ന് കുറച്ച് എടുത്തിട്ട് അത് നമ്മളൊരു കല്ലിലേക്ക് ഉരച്ചൊരച്ചിട്ട് അതിൻ്റെ കുഴമ്പെടുത്ത് ഒരു സ്പൂണോളം എടുക്കണം. ആ ശരീരത്ത് മൊത്തവും തേച്ച് പിടിപ്പിച്ച് നമുക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ള ഒരു ഡൗട്ട്, നമുക്ക് നെയ്യ് തേക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രോബ്ലംസോ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് അത് നല്ലതാണോ എവിടെ കിട്ടുമെന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കൂടെ വേണ്ടിയുള്ള കാര്യമാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ശുദ്ധമായിട്ടുള്ള നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്, അതായത് നിങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വെണ്ണ, നമ്മൾ വെണ്ണ എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കടകളിൽ നമ്മുടെ പാക്കറ്റിൽ കിട്ടുന്ന നെയ്യുണ്ടല്ലോ മഞ്ഞ കളറിൽ, ആ നെയ്യായിരിക്കണം വേണ്ടത്. ആട്ടിൻ നെയ്യ് ആയിരിക്കണം ഏറ്റവും ബെനിഫിറ്റ് കൂടുതലുള്ളത്. ആട്ടിൻ നെയ്യ് തേക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്ത് അസ്ഥികൾക്കൊക്കെ നല്ലൊരു എനർജി കിട്ടും. കാരണം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. അവരേറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ ശരീരത്ത് തേച്ച് പിടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ആട്ടിൻ നെയ്യ്. ആട്ടിൻ നെയ്യ് ശരീരത്ത് നല്ലോണം തേച്ച് പിടിപ്പിക്കും. ഈ ആട്ടിൻ നെയ്യിനകത്ത് അവർ ചേർക്കുന്ന എന്തുവാണെന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് കുങ്കുമപ്പൂവോ അല്ലെങ്കിൽ രക്തചന്ദനത്തിൻ്റെ, നമ്മുടെ രക്തചന്ദനമല്ല കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയോ, കസ്തൂരി മഞ്ഞൾ അതിനകത്തേക്ക് ഇങ്ങനെ ഉരച്ചിട്ട് അത് തടിക്ക വലിയ കല്ലിനകത്തോട്ട് ഇട്ട് ഉരച്ചിട്ട് അതിനകത്തോട്ട് എല്ലാവരുടെ അടുത്ത് മിക്സ് ചെയ്യും. അതിന് അളവൊന്നും അവർ പറയുന്നൊന്നുമില്ല. അവരാകെ ചെയ്യുന്നത് 1 സ്പൂൺ 2 സ്പൂണൊക്കെ അങ്ങ് എടുത്തിട്ടിട്ട് കുഞ്ഞിൻ്റെ ശരീരത്ത് മൊത്തം തേച്ച് മസാജ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ എക്സസൈസ് ചെയ്ത് കൊടുക്കും. അതായത് കുഞ്ഞുങ്ങളുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തേച്ച് കൊടുക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നല്ല ആരോഗ്യത്തോടു കൂടി കുഞ്ഞുങ്ങളുടെ ശരീരം നിലനിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു പറയുന്ന കാര്യം മുതിർന്നവർക്കും ചെയ്യാം. അതായത് ശുദ്ധമായ നെയ്ക്കകത്ത് ഇപ്പോൾ 8 വയസ്സ് 9 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ ചെയ്ത് കൊടുക്കാവുന്നത്. 8 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് ഈ എണ്ണ തേച്ച് കൊടുക്കുന്ന ഒരു പ്രോബ്ലം തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കിന്നൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ആകുമ്പം നമുക്ക് ഈ പറയുന്ന നെയ്ക്കകത്തോട്ട് കുറച്ച് കുങ്കുമാതി ഓയിലും കൂടി തേച്ചിട്ട് വേണമെങ്കിലും കുഞ്ഞുങ്ങളുടെ ശരീരത്ത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഈ പറയുന്ന നെയ്യ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തുണ്ടാകുന്ന പല രോഗങ്ങൾക്കും പോം വഴിയാണ്. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലുകൾക്ക് വളർച്ചയ്ക്കൊക്കെ ആട്ടിൻ നെയ്യ് വളരെയധികം ഗുണങ്ങൾ ചെയ്യും. നമ്മുടെ പഞ്ചാബി കുട്ടികളെയൊക്കെ നോക്കിയാൽ നല്ല കരുത്താണ്. അതായത് ഒരു ഇടി കൊടുത്താൽ പോലും കുഞ്ഞുങ്ങൾക്ക് താഴെ വീഴാൻ പറ്റില്ല. അവരുടെ ശരീരത്തിന് നല്ലൊരു ആരോഗ്യം കിട്ടുന്നത് അവരുടെ ആട്ടിൻ നെയ്യ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അങ്ങനൊരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അതിനെടുത്തു പറയാൻ കാരണം അതിൻ്റെ ബെനിഫിറ്റ് വളരെയധികം ഉള്ളതുകൊണ്ടാണ്. കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ മക്കൾക്ക് ഇന്നും ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു സംഭവമാണ് കടുകെണ്ണ. കടുകെണ്ണയുടെ ബെനിഫിറ്റിനെ കുറിച്ച് പറയാൻ തന്നെ എനിക്ക് വാക്കുകളില്ല. കാരണം അത്രമാത്രം റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കടുകെണ്ണ. കടുകെണ്ണ നിങ്ങൾ എടുക്കുക. കടുകെണ്ണ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് കറി വെക്കുന്ന മഞ്ഞപ്പൊടി. ആ മഞ്ഞപ്പൊടി അതിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം കുഞ്ഞുങ്ങളുടെ ശരീരത്തേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാവോ. കുഞ്ഞുങ്ങളുടെ അസ്ഥികളൊക്കെ നല്ല ഒന്ന് താഴെ വീണാൽ പോലും ഒടിയാത്ത രീതിയിൽ ആരോഗ്യത്തോടു കൂടി നിലനിർത്താനും കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കഫശല്യമൊക്കെ മാറ്റാനായിട്ട് പരിഹാരമായിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക. ഇതാണ് കുങ്കുമാതി ഓയിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഈ കുങ്കുമപ്പൂവിൻ്റെ ഇതൊക്കെ കിടക്കുന്ന. ഞാൻ കുലുക്കി കാണിക്കാം. കണ്ടോ, കിടക്കുന്നുണ്ടോ? ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോഴും എൻ്റെ മക്കൾക്ക് തേച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് എപ്പോഴും എൻ്റെ കയ്യിലൊരു ഇത് വെച്ചിരിക്കും ഞാൻ. കാരണം എത്രയോ കാലം കൊണ്ട് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ കുങ്കുമാതി ഓയിൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഡയറക്റ്റ് തേച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ എന്നാൽ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ ഈയിടെയായിട്ട് തേച്ച് കൊടുക്കുന്ന സംഭവമാണ് കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു കുഴമ്പ് രീതിയിൽ കിട്ടുന്നൊരു സംഭവമാണ്. ഇത് നിങ്ങൾക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഈ സംഭവം. ഞാൻ എൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. പക്ഷേ ഇത് ജോയിൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഒരേ പാക്കിൽ തന്നെ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. സാറിന് നേരത്തെയൊക്കെ ഇത് മാത്രമായിട്ടാണ് ഞാൻ മേടിച്ചത്. വലിയ ബോട്ടിലായിട്ട് ഞാൻ മേടിക്കുമായിരുന്നു.
അപ്പം ഇത് രണ്ടുകൂടെ ഞാൻ മേടിച്ച് നോക്കി. കാരണം ഇതെനിക്ക് കസ്തൂരി മഞ്ഞളൊക്കെ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരത്തൊക്കെ തേച്ച് പിടിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു കസ്തൂരി മഞ്ഞളുടെ കുഴമ്പ് രൂപത്തിലുള്ള സംഭവം രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം 9-10 വയസ്സായ മൂത്ത മോക്കും ഇപ്പോൾ 5 വയസ്സായ കുഞ്ഞിന് വരെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അമ്മമാരായ നമ്മൾ നിറം വെക്കുന്നതിന് വേണ്ടി പ്രോഡക്റ്റുകൾ പല പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്ത് മേടിച്ച് നിങ്ങൾ തേക്കാതിരിക്കുക. നമ്മൾ അമ്മമാരാണ് നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പ്രോഡക്റ്റുകൾ നിങ്ങൾ പുറകിന് പോവാതിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ പൗഡർ ഇട്ട് കൊടുക്കുന്നതിന് ഒരു പ്രോബ്ലംസും ഇല്ല. അത് നിങ്ങൾക്ക് ഉറപ്പായ ഒരു പൗഡർ മാത്രം തിരഞ്ഞെടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ മക്കൾക്ക് ഞാൻ ചെയ്തു കൊടുത്ത ഹിമാലയയുടെ പൗഡർ മാത്രമായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുള്ള. ഹിമാലയയുടെ പൗഡർ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ കുഞ്ഞിൻ്റെ സ്കിന്ന് ഡ്രൈ ആവുന്നതൊക്കെ ഉള്ളത് ഒരു പരിഹാരമായിരിക്കും. നമ്മുടെ ശുദ്ധമായിട്ടുള്ള കോക്കനട്ടിൻ്റെ നീരെടുത്തിട്ട് തേച്ച് കൊടുത്തിട്ട് പൗഡർ ഇട്ട് കൊടുക്കാനും പറ്റും. അതുകൊണ്ട് ഒരു പ്രോബ്ലം കുഞ്ഞിൻ്റെ സ്കിന്നൊന്നും ഡ്രൈ ആവത്തില്ല. അനാവശ്യമായിട്ടുള്ള കെമിക്കൽസ് ഒന്നും കുഞ്ഞുങ്ങളുടെ ശരീരത്ത് തുടക്കത്തിലെ തന്നെ തേച്ച് കൊടുക്കാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എല്ലാ അമ്മമാർക്കും ചെയ്യേണ്ട ഒരു സംഭവമാണ് ആഹാരം. നമ്മൾ ഇപ്പം ഫീൽഡ് കൊടുക്കുന്ന മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ ശരീരം നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ തന്നെയും കുഞ്ഞുങ്ങൾക്ക് നിറം വെക്കുന്നില്ല. എന്താണ് കാര്യം? നമ്മൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ തേച്ച് കൊടുക്കുന്ന കാര്യത്തിനെക്കാട്ടിലും അമ്മമാരുടെ മുലപ്പാലിൽ കൂടിയാണ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ചെല്ലേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ ജ്യൂസുകൾ കുടിക്കാനായിട്ട് നോക്കുക. നമുക്ക് വെയിറ്റ് വെക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുകയും അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുമ്പം അതിനകത്തുനിന്ന് ഒരു രീതിയിലുമുള്ള ചുമ്മാതെ പാല് മാത്രം കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അതിനകത്ത് ഒരു രീതിയിലുള്ള പ്രോട്ടീൻസോ വൈറ്റമിൻസോ ഒന്നും കിട്ടില്ല. കാരണം നമ്മൾ മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരിൽ നിന്നായിരിക്കും കുഞ്ഞുങ്ങൾക്ക് മൊത്തം കിട്ടുന്നത്. ഇപ്പം അവർക്ക് പൊട്ടറ്റോ കുക്ക് ചെയ്ത് കൊടുക്കുക, നല്ലോണം പുഴുങ്ങി അതിൽ കുറച്ച് വെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ ഏത്തയ്ക്ക, നമ്മുടെ നാട്ടിലൊക്കെ സുഫലമായിട്ട് കിട്ടുന്ന സംഭവമാണ് ഏത്തയ്ക്ക അതിലേക്ക് കുറച്ച് ബദാമൊക്കെ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് ജ്യൂസ് അടിച്ച് കോരി കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് ഇപ്പം മുലപ്പാൽ കൊടുക്കുന്നവരാണെങ്കിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മുലപ്പാൽ കുടിക്കാതെ കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ചായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ ആഹാരത്തിലൂടെ കൊടുക്കാനായിട്ട് നോക്കുക. അത് പയർ പുഴുങ്ങിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് കഴിക്കാനായിട്ട് നോക്കുക. അതുവഴി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് അത് എത്തിക്കാനായിട്ട് സഹായിക്കും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഇപ്പം നിങ്ങൾക്കിപ്പം കുഞ്ഞുങ്ങൾക്ക് നിറം വെക്കുന്നില്ലെന്നുള്ള വിഷമങ്ങളും മാറ്റാനായിട്ട് പറ്റും. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കും ആ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിറം വെക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അമ്മമാർ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈക്ക് അത്യാവശ്യമാണ്. ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.